ഹലോ സ്റ്റുഡൻസ്, അപ്പൊ നമ്മൾ ഇന്ന് ഒരു പുതിയ ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. നമ്മൾ 8th വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. നമ്മൾ പുതിയൊരു ചാപ്റ്റർ ആണ്, ദാറ്റ് ഈസ് സൗണ്ട്. ഓക്കെ, അപ്പൊ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററിൽ ഒരു ചാപ്റ്റർ ആണ് സൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് സൗണ്ട്? അപ്പൊ നമ്മുടെ ഡെയിലി ലൈഫിൽ ഇഷ്ടം പോലെ സൗണ്ടുകൾ നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ. നമ്മൾ നിങ്ങളുടെ ക്ലാസ്സുകളിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നു, നമുക്ക് നമ്മുടെ സ്കൂളിൽ ബെല്ലിന്റെ സൗണ്ട് കേൾക്കാം, നിങ്ങളുടെ ബെഞ്ചിൽ ആരെങ്കിലും കൊട്ടുന്നുണ്ടെങ്കിൽ ആ സൗണ്ട് കേൾക്കാം, നടക്കുന്ന സൗണ്ട് കേൾക്കാം. ദെൻ ട്രാഫിക്, നമ്മുടെ സ്കൂൾ അടുത്താണെങ്കിൽ, നമ്മുടെ റോഡ് സൈഡിലാണെങ്കിൽ നമുക്ക് ഹോൺസ് കേൾക്കാം, ഓരോ വെഹിക്കിളിന്റെ ഡിഫറെന്റ് സൗണ്ടുകൾ കേൾക്കാം, ആളുകളുടെ സൗണ്ടുകൾ കേൾക്കാം, എല്ലാം കേൾക്കാം അല്ലെ. ഇതെല്ലാം എന്ത് തന്നെയാണ്? സൗണ്ട് തന്നെയാണ്. അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കാം, ഈ ഓരോ സൗണ്ടും എന്താണ്? ഡിഫറെന്റ് ആണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്റെ സൗണ്ട് ആയിരിക്കില്ല നിങ്ങളുടെ സൗണ്ട് അല്ലെ. അപ്പൊ നിങ്ങളുടെ ഓരോരുത്തരുടെ സൗണ്ടും ഡിഫറെന്റ് ആണ് അല്ലെ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓരോ വ്യക്തികളുടെ സൗണ്ടും വളരെ ഡിഫറെന്റും യുണീക്കുമാണ് ആണല്ലോ. എന്നാൽ നമ്മുടെ ചുറ്റിനുള്ള ഓരോ ഒബ്ജക്റ്റും നമ്മൾ ജസ്റ്റ് ഒന്ന് കൊട്ടി നോക്കിയേ, ഓരോ ഒബ്ജക്റ്റിൽ നിന്ന് ഉണ്ടാകുന്ന സൗണ്ടും അതും എന്ത് തന്നെയാണ്? ഡിഫറെന്റ് ആണ്. അപ്പോ നമ്മുടെ സൗണ്ട് എന്ന് പറയുന്നത് വളരെ യുണീക്ക് ആണെന്ന് ആലോചിച്ച് വെക്കാം. ഓക്കെ, ഓരോ വസ്തുവിലും നമ്മൾ ജസ്റ്റ് ഒന്ന് കൊട്ടുമ്പോ, ജസ്റ്റ് ഒന്ന് നമ്മൾ എന്ത് ചെയ്യുമ്പോ, ഒന്ന് ട്യൂൺ ചെയ്യുമ്പോ എന്താണ് അവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് എന്താണ്? വളരെയധികം ഡിഫറെന്റ് ആണെന്ന് ആലോചിച്ച് വെക്കാം. അപ്പൊ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയേ, എന്തൊക്കെ സൗണ്ടുകൾ നിങ്ങൾക്ക് ഇപ്പോ കറന്റ്ലി നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും? ഏതൊക്കെ കേൾക്കാൻ സാധിക്കും? ഒന്ന് എന്റെ സൗണ്ട് കേൾക്കാം അല്ലെ. ഇനി അപ്പൊ നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ ഏർത്തില് അല്ലെങ്കിൽ നമ്മുടെ ഈ ഭൂമിയില് വളരെയധികം യുണീക്ക് ആൻഡ് സ്പെസിഫിക് എന്ന് മാത്രം പോരാ, ഓരോന്നിനും അതിൻ്റെതായ സൗണ്ടുകളും വളരെ ഡിഫറെന്റുമാണ് ആണല്ലോ. അപ്പൊ നമ്മൾക്ക് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, നമുക്ക് ഇഷ്ടം പോലെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ അതിന്റെ എല്ലാ സൗണ്ടുകളും ഒരുപോലെയാണോ? ഓരോ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിനും അതിൻ്റെതായ വളരെ സൂതിങ് ആയിട്ടുള്ള ഒരു സൗണ്ട് ആണ് അല്ലെ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് ഏതൊക്കെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആണ് നിങ്ങൾക്ക് അറിയാവുന്നത്, നിങ്ങൾ കണ്ട് പരിചയപ്പെട്ട ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് അഥവാ ഒന്നിൽ കൂടുതൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് നിങ്ങൾ ഒന്ന് മനസ്സിൽ ചിന്തിച്ചേ. നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ കാണാൻ സാധിക്കും അല്ലെ. അപ്പൊ നിങ്ങൾ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് നിങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ നമുക്ക് എന്താണ് സൗണ്ട് എന്ന് നമുക്കിനി പഠിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ സൗണ്ടിനെ പറ്റി ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ്. ശ്രദ്ധിച്ചിരിക്കുക. വളരെ സിമ്പിൾ ആയിട്ട് കുറെ പിക്ചേഴ്സ് ഒക്കെ നമ്മൾ ആഡ് ചെയ്ത് നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ കുറച്ചുകൂടെ സയൻസ് നമ്മൾ ആഡ് ചെയ്ത് നിങ്ങൾക്ക് കാണിക്കുന്നു. എത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ സൗണ്ട്, അപ്പൊ എന്താണ് ആക്ച്വലി, വാട്ട് ഈസ് ആക്ച്വലി എ സൗണ്ട്? നമ്മൾ ലൈറ്റിനെ പറ്റി പറയാറുണ്ട്, നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ ലൈറ്റിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് അബൌട്ട് സൗണ്ട്? എന്താണ് സൗണ്ട് എന്ന് പറയുന്നത്? അപ്പൊ നോക്കുക, നമ്മുടെ ഭൂമിയിലുള്ള എല്ലാ വസ്തുവും, ലൈറ്റ്, സൗണ്ട്, ഇതെല്ലാം എന്ത് തന്നെയാണ്? എനർജിയാണ്. എന്താ മക്കളെ? എനർജിയാണ്. എല്ലാം ഒരു ഫോം ഓഫ് എനർജിയാണ്. നമ്മളൊരു എനർജിയുടെ മറ്റൊരു ഫോം ആണ് എന്ത്? സൗണ്ട്. സൗണ്ട് എന്ന് പറയുന്നതും എന്താണ്? ഒരു ടൈപ്പ് ഓഫ് എനർജി ആണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, സോ എന്താണ് സൗണ്ട് എന്ന് ആര് ചോദിച്ചാലും ആദ്യം പറയേണ്ട ഉത്തരം എന്താണ്? ഇറ്റ് ഈസ് എ സൗണ്ട്. എന്താണ് സൗണ്ട് എന്ന് പറയുന്നത്? എന്താണ്? ഇറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. ഒരു എനർജിയുടെ ഒരു ഫോം ആണ് എന്ത്? നമ്മുടെ സൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, സൗണ്ട് ഈസ് എ ഫോം ഓഫ് എനർജി. എനർജിയുടെ ഒരു ഫോം ആണ് എന്താ? സൗണ്ട് എന്ന് പറയുന്നത്. അതിന്റെ വേറൊരു ഫോം ആണ് നമ്മുടെ ലൈറ്റ് എന്ന് പറയുന്നത്. ലൈറ്റും എന്ത് തന്നെയാണ്? എനർജിയുടെ വേറൊരു ഫോം ആണ്. ഓക്കെ, അപ്പൊ അതുപോലെ ലൈറ്റ് എന്ന പോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്? സൗണ്ട്. നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമുക്ക് സൗണ്ട് വേണം അല്ലെ. നമുക്ക് സൗണ്ട് കേട്ടാൽ മാത്രമേ ഇത് ഈ ഒരു ഒബ്ജക്റ്റ് ആണ്, ഇത് ഈ ഒരു സംഭവമാണെന്ന് നമുക്ക് മനസ്സിലാകുള്ളൂ. അപ്പോ ഓർത്തു വെക്കുക, ദിസ് ഈസ് അബൌട്ട് സൗണ്ട്. Sound is a form of energy produced by vibration. Very important point. Produced by vibrations. നിങ്ങളൊരു സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എവിടെ നിന്നാണെങ്കിലും ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്, അത് നിങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓർത്ത് വെക്കുക, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ വൈബ്രേഷൻ. എന്താണ്? ആ വസ്തു അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റ് വൈബ്രേറ്റ് ചെയ്യുന്നത് മൂലമാണ് നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സൗണ്ട്.
ഓക്കെ, അപ്പോ നിങ്ങൾ ഓർത്ത് വെക്കുക, ഞാൻ ഇവിടെ എന്റെ കൈ കൊണ്ട് ഞാനൊന്ന് കൊട്ടുകയാണ് അല്ലെങ്കിൽ ജസ്റ്റ് ക്ലാപ്പ് ചെയ്യുകയാണെങ്കിൽ അവിടെയും എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ എന്റെ കൈകള് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കുമ്പോൾ എന്താ സംഭവിക്കുക? എന്റെ 2 ഹാൻഡ്സിൽ നിന്നുമുള്ള എനർജി ഞാൻ ഇങ്ങനെ ആക്കുകയാണ്. ദാറ്റ് മീൻ ആ സമയത്ത് എന്റെ കൈയിന്റെ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഒരു വൈബ്രേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ദിസ് വൈബ്രേഷൻ ഈസ് പ്രൊഡ്യൂസിങ് എ സൗണ്ട്. ഓക്കെ, അപ്പോ ഒരു വൈബ്രേഷൻ ഇല്ലാതെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യില്ല എന്ന കാര്യം മനസ്സിൽ ഓർത്ത് വെക്കുക. ഓക്കെ, സോ ദ സൗണ്ട് ഇസ് എ ഫോം ഓഫ് എനർജി പ്രൊഡ്യൂസ്ഡ് ബൈ എ vibration. So produced by vibration എന്ന് ഓർത്ത് വെക്കുക. സൗണ്ട് പ്ലേ ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ അവർ ലൈഫ്. നമ്മുടെ ലൈഫിൽ നമ്മുടെ സൗണ്ട് എന്ന് പറഞ്ഞ വെരി ഇമ്പോർട്ടന്റ് തിങ് അല്ലെ. നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമ്മൾ ചെറിയ കുട്ടികൾ മുതൽ നമ്മൾ ചെറിയ കുട്ടിയായിരിക്കും വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സൗണ്ടിലൂടെയാണ് കാര്യങ്ങൾ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക. ചെറിയ കുട്ടികള് നമ്മൾ സൗണ്ടിലൂടെ, നമ്മൾ സൗണ്ട് കാണിച്ച് അല്ലെങ്കിൽ നമ്മൾ കണ്ടും കേട്ടുമാണ് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? പഠിക്കുക. അപ്പൊ നമുക്കൊരു കാര്യം പഠിക്കണമെങ്കിൽ വി നീഡ് സൗണ്ട്സ്. നമുക്ക് സൗണ്ട് ആവശ്യമാണ്. ഇത് നമ്മുടെ ഡ്രം ആണെന്ന് പറയണമെങ്കിൽ നമ്മൾ കൊട്ടിയാണ് കാണിച്ചു കൊടുക്കുക അല്ലെ. ഇപ്പൊ നമ്മൾ കാക്ക എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ സൗണ്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് അവർക്ക് റെക്കഗ്നൈസ് ചെയ്ത് കൊടുക്കണം അല്ലെ. അപ്പൊ ദാറ്റ് മീൻ വെരി ഇമ്പോർട്ടന്റ് തിങ്. നമ്മുടെ സൗണ്ട് എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ലൈഫിൽ. ഇറ്റ് ഹെൽപ്പ് us to communicate. It help us to communicate with each other. നമ്മൾ തമ്മിൽ സംസാരിക്കാൻ എന്ത് വേണം? We need a sound. We hear a wide variety of sounds in our surrounding. നമുക്ക് wide varieties of sound നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലെ. നമ്മൾ ട്രാഫിക്, വെഹിക്കിളിന്റെ സൗണ്ട്, പക്ഷികളുടെ സൗണ്ട്, ആനിമൽസിന്റെ സൗണ്ട്, നമ്മൾ ഓരോരുത്തരുടെയും സൗണ്ട്, നമ്മൾ ഓരോ ഒബ്ജക്റ്റുകളിലേക്ക് നമ്മൾ ജസ്റ്റ് ട്യൂൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കൊട്ടുമ്പോൾ നമുക്ക് അവിടെയും സൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഓരോ സൗണ്ടുകളും എന്താണ്? ഇറ്റ്സ് എ വെറൈറ്റി ആണല്ലോ അല്ലെ. നമ്മുടെ ഓരോ മൃഗങ്ങളുടെ സൗണ്ട് വെറൈറ്റികളാണ്, പക്ഷികളുടെ സൗണ്ട് വെറൈറ്റിയാണ്, അതുപോലെ തന്നെ ട്രാഫിക്, ഇതെല്ലാം എന്താണ്? വെറൈറ്റീസ് ഓഫ് സൗണ്ട്. നമ്മൾ ചെവി കൊണ്ട് കേൾക്കുന്ന എല്ലാ സൗണ്ടുകളും എന്താണ്? ഡിഫറെന്റ് ആണ് എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, സോ ഇതാണ് നമ്മൾ സൗണ്ട് എന്ന് നമ്മൾ ജസ്റ്റ് പറയുമ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, ഓർത്ത് വെക്കുക, സൗണ്ട് ഇസ് എ ഫോം ഓഫ് എനർജി ആൻഡ് ഇത് എങ്ങനെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ബൈ വൈബ്രേഷൻ. ഓക്കെ, ആൻഡ് വി ഹാവ് എ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് സൗണ്ട്. സൗണ്ട് എന്ന് പറയുന്നത് ഡിഫറെന്റ് വെറൈറ്റീസ് ആയിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. നമ്മുടെ സറൗണ്ടിങ്ങിലുള്ളത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സൗണ്ട്സ് ആണെന്ന് ഓർത്ത് വെക്കുക. നമുക്ക് സൗണ്ട് എന്തിനൊക്കെ ആവശ്യമാണ്? വെരി ഇമ്പോർട്ടന്റ് വൺ, ദാറ്റ്സ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷന് വേണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന എന്താണ്? സൗണ്ട്. ഓക്കെ, സോ വാട്ട് പ്രൊഡ്യൂസ് സൗണ്ട്? എന്താണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എങ്ങനെയാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്? ഓക്കെ, സൗണ്ട് ഓരോ ഒബ്ജക്റ്റിലും ഡിഫറെന്റ് ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. ഓരോ ഒബ്ജക്റ്റിലും നമ്മൾ ജസ്റ്റ് നമ്മൾ എന്താണ് ഒന്ന് കൊട്ടുമ്പോൾ ഓരോ ഒബ്ജക്റ്റിനും ഡിഫറെന്റ് സൗണ്ട് ആണ്. ബട്ട് എങ്ങനെയാണ് അത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്? ഓക്കെ, നോക്കുക, സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ വൈബ്രേറ്റിംഗ് ബോഡി. വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. എങ്ങനെ നിങ്ങൾ കൊട്ടിയാലും എവിടെ നിന്നാണെങ്കിലും സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ബോഡി എന്ത് ചെയ്തിരിക്കണം? വൈബ്രേറ്റ് ചെയ്തിരിക്കണം. വാട്ട് ഡു യു മീൻ ബൈ എ വൈബ്രേഷൻ? എന്താ ഈ വൈബ്രേഷൻ എന്ന് പറയുന്നത്? ആക്ച്വലി ആ വൈബ്രേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടു ആൻഡ് ഫ്രോ മോഷൻ. എന്താണ്? ടു ആൻഡ് ഫ്രോ മോഷൻ. ദാറ്റ് മീൻ നമ്മൾ ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കാം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്. ദാറ്റ് മീൻ ഇങ്ങനെ. ഓക്കെ, അത് ഫാസ്റ്റർ ആകുന്ന ഒരു ആക്ച്വൽ ആ ഒരു സിറ്റുവേഷനെ നമ്മൾ വൈബ്രേഷൻ എന്ന് പറയാം. ഓക്കെ, എന്താണ്? ഇങ്ങനെ ടു ആൻഡ് ഫ്രോ. ഈ ടു ആൻഡ് ഫ്രോ എപ്പോഴാണോ ഫാസ്റ്റർ ആവുന്നത് അതാണ് നമ്മൾ എന്താ വൈബ്രേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. Okay, so sound is produced by a vibrating body. So what do you mean by a vibration? എന്താണ് vibration? നമുക്ക് നോക്കാം. Vibration is the to and fro. Vibration is the to and fro or back and forth motion of an object. See, just example, this is my object. ഇതിന്റെ എന്റെ കൈ എന്ന് പറയുന്നത് ഹാൻഡ്സ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ആണെന്ന് വിചാരിക്കുക. ഈ ഒബ്ജക്റ്റ് ഇങ്ങനെ to and fro ആയിട്ട് പോവുകയാണ്. നല്ല ഫാസ്റ്റിലായിട്ട് ടു ആൻഡ് ഫ്രോ പോവുകയാണ്. നമുക്ക് എന്ത് പറയാൻ പറ്റും? ദിസ് ഈസ് എ വൈബ്രേഷൻ എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, എക്സാമ്പിൾ, ഇഫ് യു സ്ട്രൈക്ക് എ സ്കൂൾ ബെൽ. സ്കൂൾ ബെൽ നമ്മൾ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇറ്റ് വൈബ്രേറ്റ്സ്. ഓക്കെ, സ്കൂൾ ബെൽ ജസ്റ്റ് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ മെറ്റീരിയൽ അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്?
വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് പ്രൊഡ്യൂസ് സൗണ്ട്. അത് വൈബ്രേറ്റ് ചെയ്യുമ്പോ അത് എന്ത് സംഭവിക്കുന്നു? അവിടെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഓക്കെ, ഇഫ് യു പ്ലഗ് എ സ്ട്രെച്ച്ഡ് റബ്ബർ ബാൻഡ്, നമ്മൾ റബ്ബർ ബാൻഡ് എന്ത് ചെയ്യാണ്? ഒന്ന് വലിച്ച് നമ്മളിങ്ങനെ വിടുകയാണ്. എന്താ സംഭവിക്കുക? ഇറ്റ് വൈബ്രേറ്റ് ആൻഡ് പ്രൊഡ്യൂസ് സൗണ്ട്. നമ്മൾ സ്ട്രെച്ച്ഡ് ആയിട്ടുള്ള ഒരു ഇതെടുത്ത് നമ്മൾ എന്താണ്, റബ്ബർ ബാൻഡ് എടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്യുന്നു, വിടുന്നു. എന്താ സംഭവിക്കുക? ഒരു സ്മോൾ ആണെങ്കിലും ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ബിക്കോസ് എന്താണ്? ദ റബ്ബർ ബാൻഡ് ഈസ് വൈബ്രേറ്റിംഗ്. നമ്മുടെ റബ്ബർ ബാൻഡ് എന്ത് ചെയ്യുന്നുണ്ട്? വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. സോ ദീസ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് ദ വൈബ്രേഷൻ. സോ വാട്ട് ഇസ് വൈബ്രേഷൻ ആക്ച്വലി? ദാറ്റ് ഈസ് എ ടു ആൻഡ് ഫ്രോ മോഷൻ. എന്താണ്? ടു ആൻഡ് ഫ്രോ മോഷൻ ഓഫ് എ ഒബ്ജക്റ്റ് ഓർ എ ബോഡി ഈസ് നോൺ ആസ് വൈബ്രേഷൻ. സോ ഒരു സൗണ്ട് ഉണ്ടാവണമെങ്കിൽ, സൗണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് എന്ത്? വൈബ്രേഷൻ. ആ ബോഡി വൈബ്രേറ്റ് ചെയ്താൽ മാത്രമേ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ? സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് വൈബ്രേഷൻ. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സ്കൂൾ ബെല്ല് അല്ലെ? സ്കൂൾ ബെല്ല് എന്താണ്? അടിക്കുകയാണ് അല്ലെ? ബെല്ല് അടിക്കുമ്പോ എന്ത് സംഭവിക്കുന്നു? നമുക്ക് സൗണ്ട് പെട്ടെന്ന് കേൾക്കാം. ഏത് ക്ലാസ്സുകളിലുള്ള കുട്ടികൾക്ക് വരെ എന്ത് കേൾക്കാം? സൗണ്ട് കേൾക്കാൻ സാധിക്കും. എങ്ങനെയാണ്? ബിക്കോസ് നമ്മൾ ജസ്റ്റ് ഒന്ന് കൊട്ടുമ്പോ എന്താ സംഭവിക്കുക? ഈ ഒരു പ്ലേറ്റ് വൈബ്രേറ്റ് ചെയ്യുന്നു. നമ്മൾ കാണുന്നുണ്ടായിരിക്കില്ല, ഒരു ചെറിയ എമൗണ്ടിൽ വൈബ്രേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ഇറ്റ്സ് പ്രൊഡ്യൂസിങ് എ സൗണ്ട്. See, this is a plucking the rubber. ഓക്കെ, നമ്മളൊരു റബ്ബർ നമ്മളിവിടെ ടൈറ്റ് ചെയ്യുന്നു, വലിച്ചു പിടിച്ച് നമ്മൾ എന്താണ്? പ്ലക്ക് ചെയ്യാണ് അല്ലെ? അപ്പൊ നമ്മൾ എന്താണ് ഇവിടെ പ്ലക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെയും നമുക്ക് വൈബ്രേഷൻസ് കാണാൻ സാധിക്കും അല്ലെ? ജസ്റ്റ് ടു ആൻഡ് ഫ്രോ മോഷൻ ആയിട്ട് കാണാൻ സാധിക്കും. സോ ഈ സമയങ്ങളിലും എന്ത് സംഭവിക്കുന്നുണ്ട്? ദ സൗണ്ട് ഈസ് പ്രൊഡ്യൂസിങ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ആക്ടിവിറ്റി ആണ് ഇത് അല്ലെ? ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ആക്ടിവിറ്റിയാണ്. നിങ്ങൾ വീട്ടിൽ നമുക്ക് ചെയ്ത് നോക്കാം. വെരി സിമ്പിൾ വൺ. നിങ്ങളൊന്ന് റബ്ബർ ബാൻഡ് എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് വലിച്ചു നോക്കുക. ജസ്റ്റ് ഒന്ന് നിങ്ങൾ പ്ലക്ക് ചെയ്യാൻ നോക്കുക. വി ഹാവ് എ സൗണ്ട്. നമുക്ക് അവിടെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ദീസ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് വൈബ്രേഷൻ. വൈബ്രേഷൻ എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ സൗണ്ട് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുമുണ്ട്. ഓക്കെ, സി മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് നമ്മുടെ ഡെയിലി ലൈഫിൽ അല്ലെങ്കിൽ നമ്മള് മ്യൂസിക്കൽ ക്ലാസ്സിന് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ അവിടെ പല ഇൻസ്ട്രുമെന്റ്സും കാണാറുണ്ട് അല്ലെ? അല്ലെങ്കിൽ നിങ്ങൾ ടിവിയിൽ കാണാറുണ്ടാകാം അല്ലെ? അപ്പൊ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് അറിയാം. എന്നാൽ ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എല്ലാ ഇൻസ്ട്രുമെന്റ്സ് ഒരുപോലെയുള്ള സൗണ്ട് ആണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അല്ല, ഡിഫറെന്റ് ആണ് അല്ലെ? വെരി ഡിഫറെന്റ്. സോ എങ്ങനെയാണ് ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്? എങ്ങനെയാണ് ഈ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്? നോക്കാം. ഓരോ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സും ഡിഫറെന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു അല്ലെ? അതുപോലെ തന്നെ അങ്ങനെ ഡിഫറെന്റ് ആണെങ്കിൽ അവരും പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ടും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. നമുക്ക് നോക്കാം. സി, സം മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് പ്രൊഡ്യൂസ് സൗണ്ട് when they are beaten or struck. ഓക്കെ, അപ്പോ ചില ഇൻസ്ട്രുമെന്റ് എന്ത് ചെയ്യണം? നമ്മൾ അങ്ങ് കൊട്ടുമ്പോ അല്ലെ? നമ്മളെ ചെണ്ടയൊക്കെ നമ്മൾ എന്താണ്? കൊട്ടുമ്പോഴാണ് അല്ലെ? ദാറ്റ് മീൻ ചില സമയങ്ങളിൽ നമ്മൾ ബീറ്റൺ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് സംഭവിക്കുക? സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് അല്ലെ? അങ്ങനെ ബീറ്റൺ ചെയ്യുമ്പോ ഉള്ള എക്സാമ്പിൾസ്, അങ്ങനെയുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ബെൽ അല്ലെ? ഏതാണ്? ദിസ് ഇസ് എ ബെൽ. ദെൻ ഘടം. ഏതാണ് ഘടം എന്ന് പറയുന്നത്? ദിസ് ഇസ് എ ഘടം. ആൻഡ് നെക്സ്റ്റ് ഈസ് മഞ്ജിര. മഞ്ജിര എന്ന് പറയുന്നത് ദിസ് ഇസ് എ മഞ്ജിര. ഓക്കെ, ദിസ് ഇസ് മഞ്ജിര. ഓക്കെ, മഞ്ജിര ഇലത്താളം പോലെയുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് മഞ്ജിര എന്ന് പറയുന്നത്. ആൻഡ് ഗൽത്താര. ഗൽത്താര എന്ന് പറയുന്നത് ഇതാണ്. ആൻഡ് ദിസ് ഇസ് എ മഡ് പോട്ട്. ഈ മഡ് പോട്ട് എന്ന് പറയും. മഡ് പോട്ട്. ഓക്കെ, നമ്മള് മഡ് പോട്ട് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇതേപോലെ ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്ത് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ഈ എല്ലാ സിറ്റുവേഷൻസ് നമ്മൾ നോക്കുക. ഇവിടെ ആൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പോട്ട് യൂസ് ചെയ്ത് ജസ്റ്റ് നമ്മൾ എന്താണ്? സ്ട്രൈക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ്? ഡിഫറെന്റ് സൗണ്ട്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സും ഉണ്ട്. എങ്ങനെയൊക്കെയാണ്? നമ്മൾ സ്ട്രൈക്ക് ചെയ്ത് ആ ഒബ്ജക്റ്റുകളെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴാണ്? സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അഥവാ ബീറ്റൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നു? സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കുറച്ച് എക്സാമ്പിൾസ് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. Clear? But these are the examples of
some instruments that's produced by a beat. നമ്മൾ അങ്ങോട്ട് ബീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് ആണ്. കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾ ഓൾറെഡി ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ഒരു മിനിമം ഒരു 4 എണ്ണം എന്ന രീതിയിൽ പഠിച്ചു വെക്കാം. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് തിങ്. ഓക്കെ, ദീസ് ആർ ദ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ദാറ്റ് ഇസ് ദ സൗണ്ട് ഇസ് പ്രൊഡ്യൂസ്ഡ് വെൻ ദേ ആർ ബീറ്റൻ ഓർ സ്ട്രക്ക്. ഓക്കെ, ഇനി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചില ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ സ്ട്രിങ് ഇൻസ്ട്രുമെന്റ്സ് ആയിരിക്കും. എന്താണ് ഈ സ്ട്രിങ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്? കമ്പികൾ കൊണ്ട് ഉണ്ടാക്കിയത്. ദാറ്റ് മീൻ കമ്പിയിൽ നിന്നായിരിക്കും എന്ത് സൗണ്ട് ഉണ്ടായിരിക്കുക അല്ലെ, അല്ലെങ്കിൽ നല്ല വലിച്ചു കെട്ടിയിരിക്കുന്ന കമ്പിയിൽ നിന്ന് നമുക്ക് സൗണ്ടുകൾ അത് നമ്മൾ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതാക്കുമ്പോൾ നമുക്ക് എന്താ അവിടെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന് നമ്മൾ പറയും സ്ട്രിങ് ഇൻസ്ട്രുമെന്റ്സ് എന്നാണ് അതിനെ പറയാറുള്ളത്. നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന്. സി, ഫ്ലൂട്ട് ഇസ് അനദർ ഇൻസ്ട്രുമെന്റ്. അത് നമുക്ക് നമ്മള് സ്ട്രൈക്ക് ചെയ്യുന്നു അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലെ. നമ്മൾ വിൻഡ് നമ്മളെ ശ്വാസം അല്ലെങ്കിൽ വിൻഡിലൂടെയാണ് നമ്മൾ ഈ ഫ്ലൂട്ട് നമ്മൾ വായിക്കുന്നത് അല്ലെ. ഓക്കെ, ദിസ് ഇസ് എ ഇൻസ്ട്രുമെന്റ് ഫ്ലൂട്ട്. ദെൻ ഡ്രം അല്ലെ. ഡ്രം എങ്ങനെയാണ്? നമ്മൾ ഒരു സ്ട്രെച്ച് ചെയ്തിരിക്കുന്ന മെംബ്രെയിൻ സ്ട്രെച്ച് ചെയ്തിരിക്കുന്നു, അവിടെ നമ്മൾ എന്ത് ചെയ്യുമ്പോ നമ്മൾ ഇതേപോലെ ബീറ്റൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് ഡ്രം. Then we have ഗിറ്റാർ എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ഇൻസ്ട്രുമെന്റ് ആണ്. സിംബൽ, ഇത് നമ്മൾ ഇലത്താളം പോലെയുള്ള ഇൻസ്ട്രുമെന്റ് ആണ്. സൈക്കിൾ, ബെൽ, ദിസ് ആർ നോട്ട് ഇൻസ്ട്രുമെന്റ് അല്ല, പക്ഷെ ഇവിടെയും എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. വീണ. ഓക്കെ, so these are the musical instruments. നമുക്ക് ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട് നമ്മൾ പറഞ്ഞു. ഈ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സും നമ്മൾ സൗണ്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ സൗണ്ട് എങ്ങനെയാ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൻ എ ഡിഫറെന്റ് വേ അല്ലെ. ഓരോ ഇൻസ്ട്രുമെന്റിലും സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് വേയിൽ നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഈ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ എന്താണ് ബീറ്റൺ ചെയ്ത സൗണ്ട് വരുമോ? ഇല്ല. സോ ഈ ഓരോ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിനും അതിൻ്റെതായ ഒരു പെക്യുലാരിറ്റീസ് ഉണ്ടെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ദീസ് ആർ ദ സം മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. നമ്മൾ കാണുന്ന കുറച്ച് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആണ് ഇവിടെയുള്ളത്. ഓക്കെ, സി, ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിനെ നമുക്ക് 3 തരത്തിലായിട്ട് താരതമ്യം ചെയ്യാം അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമ്മുടെ ലൈഫിൽ നമുക്ക് കുറെ ഡിഫറെന്റ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് അറിയാം. എന്നാൽ ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിൽ എല്ലായിടത്തും നമ്മൾ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ വി ഹാവ് ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. സി, സ്ട്രിങ് ഇൻസ്ട്രുമെന്റ്സ്. നമുക്ക് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത് സ്ട്രിങ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ദാറ്റ് മീൻ സ്ട്രിങ് ഉപയോഗിച്ചത് സ്ട്രിങ്ങിനെ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ തട്ടി അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് അതിനെ ഒന്ന് ക്വൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന സൗണ്ട് ആണ് സ്ട്രിങ് ഇൻസ്ട്രുമെന്റ്സ്. ദാറ്റ് മീൻ സ്ട്രിങ് വൈബ്രേറ്റ് ചെയ്തുണ്ടാകുന്ന സൗണ്ട്. എന്താണ്? സ്ട്രിങ് വൈബ്രേറ്റ് ചെയ്തുണ്ടാകുന്ന സൗണ്ട്. അങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ് എന്താ സ്ട്രിങ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. എന്താണ്? സ്ട്രിങ് ഇൻസ്ട്രുമെന്റ്സ്. ഓക്കെ, എന്നാൽ വിൻഡ് ആൻഡ് ബ്രാസ്, വിൻഡിലൂടെയും അല്ലെങ്കിൽ വിൻഡ് നമ്മൾ ബ്ലോ ചെയ്ത് എയർ ബ്ലോ ചെയ്ത് അവിടെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ, ഇവിടെ നമ്മൾ ബീറ്റ് ചെയ്യുന്നില്ല, ഒന്നിനെയും നമ്മൾ ബീറ്റ് ചെയ്യുന്നില്ല. പക്ഷെ ഇവിടെ എന്താണ്? നമ്മൾ എയർ ബ്ലോ ചെയ്ത് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് പറയാം വിൻഡ് അല്ലെങ്കിൽ വിൻഡ് ആൻഡ് ബ്രാസ് യൂസ് ചെയ്ത് നമ്മൾ എന്തുണ്ടാക്കുന്നത്? ഇവിടെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് പെർക്യൂഷൻ. ഓക്കെ, പെർക്യൂഷൻസ് ആണ്. പെർക്യൂഷൻസ് ഇവിടെ സൗണ്ട് നമ്മൾ എങ്ങനെയാണ് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അഥവാ നമ്മൾ ബീറ്റൺ ചെയ്യുമ്പോഴാണ് ഇവിടെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദാറ്റ് മീൻ ഇവിടെ എല്ലായിടത്തും ഒരു സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു സർഫസ് ഉണ്ടായിരിക്കും. ആ സർഫസിൽ നമ്മൾ സ്ട്രൈക്ക് ചെയ്യുക അഥവാ ബീറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോ ദിസ് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ പെർക്യൂഷൻസ് എന്ന് പറയും. ഓക്കെ, സോ ദീസ് ആർ ദ ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ്. നോക്കുക നമുക്ക് ഏതൊക്കെയാണെന്ന്. സി, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും വയലിൻ, ഗിറ്റാർ, ഹാർമോണിയം അല്ലെ. ഇതൊക്കെ എന്താണ്? ഇവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്? ഇറ്റ്സ് എ സൗണ്ട് ഫ്രം എ വൈബ്രേറ്റിംഗ് സ്ട്രിങ്. ഇവിടെ എന്താണ്? ആരാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്? സ്ട്രിങ്സ് വൈബ്രേറ്റ് ചെയ്ത് നമ്മൾ സ്ട്രിങ്സിനെ നമ്മൾ നന്നായി ടൈറ്റ് ചെയ്ത് വെച്ച് ഈ സ്ട്രിങ്സ് നമ്മൾ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ സ്ട്രിങ്സിലേക്ക് നമ്മൾ ഒരു എഫേർട്ട് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് അതിനൊന്ന് തൊടുമ്പോൾ അല്ലെങ്കിൽ അതിനൊന്ന് നമ്മളത് സൗണ്ട് ട്യൂൺ ചെയ്യുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത്? അവിടെയുള്ള സ്ട്രിങ്സ് ആണ് വൈബ്രേറ്റ് ചെയ്യുന്നത്.
സ്ട്രിങ്സ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, സോ വീണയിൽ നിന്നുള്ള സൗണ്ട് ആയിരിക്കില്ല ഗിറ്റാറിന് ഉണ്ടായിരിക്കില്ല, ഗിറ്റാറിനുള്ള സൗണ്ട് ആയിരിക്കില്ല എന്താ നമ്മുടെ വയലിൻ ഉണ്ടായിരിക്കുക. സോ ദിസ് എ ഡിഫറെന്റ് വൺ അല്ലെ. ഓരോ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സും ഡിഫറെന്റ് ആണ്, അതുപോലെ യുണീക്ക് ആണെന്നും ആലോചിച്ച് വെക്കാം. ഓക്കെ, സോ ഈ സ്ട്രിംഗ് ഇൻസ്ട്രുമെന്റ്സ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ്? ദേ ആർ വൈബ്രേറ്റിംഗ് സ്ട്രിങ്സ്. ഓക്കെ, സൗണ്ട് ഫ്രം ആ വൈബ്രേറ്റിംഗ് സ്ട്രിങ്സ് ആണെന്ന് ഓർത്ത് വെക്കാം. നെക്സ്റ്റ് വൺ ഈസ് വിൻഡ്സ് ആൻഡ് ബ്രാസ്. ഓക്കെ, നോക്കാം, ഇവിടെ നമ്മള് ഫ്ലൂട്ട് അല്ലെ, ഫ്ലൂട്ട് നമുക്ക് അതുപോലെയുള്ള ഇഷ്ടം പോലെ നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. സോ സൗണ്ട് ഫ്രം എ ബ്ലോയിങ് എയർ, നമ്മൾ എയർ ബ്ലോ ചെയ്ത് നമുക്ക് ഡിഫറെന്റ് സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. എയർ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. സോ എയർ കോളത്തിന്റെ വേരിയേഷൻ. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന എയർ കോളം, എയർ കൊടുക്കുന്നു, ഇവിടെ ഇതിനുള്ളിൽ എയർ കോളം ഉണ്ടാകും. ആ എയർ കോളത്തിന്റെ വൈബ്രേഷൻ അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഒരു ഡിഫറൻസ് മൂലമാണ് ഡിഫറെന്റ് സൗണ്ട്സ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ദിസ് ഇസ് ബൈ ദ സൗണ്ട് ഫ്രം എ ബ്ലോയിങ് എയർ. ഓക്കെ, സൗണ്ട് ഫ്രം എ blowing air. Okay, next is percussions. Percussions എങ്ങനെയാണ്? Sound from striking, sound from striking or beating. നമ്മളെ ചെണ്ട, മൃദംഗം അല്ലെ, പിന്നെ എന്തൊക്കെയാണ് നമ്മള് ഡ്രംസ്, ഇതൊക്കെ എന്താണ്? നമ്മള് സ്ട്രൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ബീറ്റൺ ചെയ്യുമ്പോ നമ്മൾ ആ സർഫസ് അല്ലെങ്കിൽ അതെന്താണ് ബീറ്റൺ ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറെന്റ് സൗണ്ട്സ് നമുക്ക് ഉണ്ടാകും അല്ലെ. ഇലത്താളം, നമ്മുടെ ചെണ്ട, മൃദംഗം, നമ്മുടെ ഡ്രംസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. നമ്മള് മഡ് പോട്ട്സ് ഒക്കെ നിങ്ങൾ ഇങ്ങനെ കണ്ടിരിക്കും. മഡ് പോട്ട്സുകളൊക്കെ നമ്മള് ജസ്റ്റ് ട്യൂൺ ചെയ്യല്ല ചെയ്യുക, അതെന്താണ് ബീറ്റൺ ചെയ്യാണ് അല്ലെങ്കിൽ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് എന്ത്? സൗണ്ട്സ്. അപ്പൊ നോക്കുക, we have different type of instruments. പക്ഷേ ഈ എല്ലാ ഇൻസ്ട്രുമെന്റ്സിലും നമ്മൾ ഒരുപോലെ സ്ട്രൈക്ക് ചെയ്താൽ മാത്രമാണോ സൗണ്ട് ഉണ്ടാവുക? അല്ല, അതിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ഒരിടത്ത് നമ്മൾ സ്ട്രൈക്ക് ചെയ്യാണ്, എന്നാൽ ഒരിടത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? എയർ ബ്ലോ ചെയ്യുന്നു. എന്നാൽ ഒരിടത്ത് എന്താണ്? നമ്മൾ ഈ സ്ട്രിങ്സ് വൈബ്രേറ്റ് ചെയ്യുന്നത് മൂലമാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഓർത്ത് വെക്കുക, ഓരോ ഇടത്തും നമ്മൾ കൊടുക്കുന്നത് ഡിഫറെന്റ് രീതിയിലാണ്. ഇവിടെ സ്ട്രിങ് വൈബ്രേറ്റ് ചെയ്യുന്നു, ഇവിടെ എയർ നമ്മൾ ബ്ലോ ചെയ്യുന്നു, എന്നാൽ ഇവിടെ എന്താണ്? ചുമ്മാ നമ്മൾ ബീറ്റൺ ചെയ്യുകയാണ്. അപ്പോ ഓർത്ത് വെക്കുക, ഈ ബീറ്റൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഓരോ കാറ്റഗറിയിലും ഓരോ രീതിയിലും നമ്മൾ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്? ഡിഫറെന്റ് ആണെന്ന് ഓർത്ത് വെക്കുക. അപ്പോ ഒരു 5 എക്സാമ്പിൾസ് നമ്മൾ എപ്പോഴും ഒന്ന് പഠിച്ചു വെക്കുക. ഈ ഒരു കാറ്റഗറിയിൽ മിനിമം 2 എന്താണ് പഠിച്ചു വെക്കുക. ഓക്കെ, സോ ദീസ് ആർ ദ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ്. സി, നമുക്കിവിടെ കാണാൻ സാധിക്കും, ദിസ് ഇസ് എ ഡ്രം, ദിസ് ഇസ് എ ഗിറ്റാർ ആൻഡ് ദിസ് ഇസ് എ ട്യൂണിംഗ് ഫോക്ക്. എന്താണ് ട്യൂണിംഗ് ഫോക്ക്? നമ്മുടെ ലാബുകളിൽ കാണുന്നതാണ് മക്കളെ, ഇത് ട്യൂണിംഗ് ഫോക്ക്. Tuning fork. We have different varieties of tuning forks in the lab. നമ്മുടെ ലാബിൽ നമുക്ക് ഡിഫറെന്റ് വെറൈറ്റീസ് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അതിലേക്ക് നമുക്ക് വരാം. The first one is drum. ആണല്ലോ, ഡ്രം ആണല്ലേ. എങ്ങനെയാണ് ഡ്രമ്മിലെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കുക. when we hit the drum, നമ്മൾ ഡ്രമ്മിനെ നമ്മൾ ജസ്റ്റ് ഹിറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? മെംബ്രെയിൻ ഓഫ് ഡ്രം വൈബ്രേറ്റ്. നമ്മുടെ ഈ ഡ്രമ്മിന്റെ മെംബ്രെയിൻ എന്താ സംഭവിക്കുന്നത്? എന്ത് ചെയ്യുന്നു? വൈബ്രേറ്റ് ചെയ്യുന്നു ആൻഡ് പ്രൊഡ്യൂസിങ് സൗണ്ട്. അപ്പോ നമ്മളൊരു കാര്യം സ്ട്രൈക്ക് ചെയ്യുമ്പോൾ, നമ്മൾ ഇങ്ങനെ കൊട്ടുമ്പോ എന്ത് സംഭവിക്കുന്നത്? അവിടെയുള്ള മെംബ്രെയിൻ എന്ത് ചെയ്യാണ്? ഇവിടെയുള്ള ഈ ഒരു മെംബ്രെയിൻ വൈബ്രേറ്റ് ചെയ്യുന്നു. അതുമൂലം നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു? Sound is producing. Okay, next, the second one, it is guitar. Okay, it is a guitar. When we play a guitar, നമ്മളൊരു ഗിറ്റാർ പ്ലേ ചെയ്യുമ്പോ what happen? എന്താ സംഭവിക്കുക? നമ്മളിവിടെ ജസ്റ്റ് ചുമ്മാ നമ്മൾ സ്ട്രൈക്ക് ചെയ്യാണോ അഥവാ ബീറ്റ് ചെയ്യാണോ? അല്ല അല്ലെ. എന്താ സംഭവിക്കുന്നത്? The string on it make to and fro motion. ഇവിടെയുള്ള സ്ട്രിങ് ഞാൻ എന്ത് ചെയ്യാണ്? ജസ്റ്റ് ട്യൂൺ ചെയ്യുമ്പോ എന്താ സംഭവിക്കുന്നത്? അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ട്യൂൺ ചെയ്ത് ഞാൻ ജസ്റ്റ് നമ്മൾ വായിക്കുകയാണ്. ഗിറ്റാർ വായിക്കുമ്പോ എന്താ സംഭവിക്കുക? അവിടെയുള്ള ഓരോ സ്ട്രിങ്ങുകളും എന്ത് ചെയ്യുന്നു? വൈബ്രേറ്റ് ചെയ്യുന്നു. എന്താ ചെയ്യുന്നത്? വൈബ്രേറ്റ് ചെയ്യുന്നു. വാട്ട് യു മീൻ ബൈ വൈബ്രേഷൻ? ഇറ്റ് ഈസ് എ
ടു ആൻഡ് ഫ്രോ മോഷൻ. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ ടു ആൻഡ് ഫ്രോ മോഷൻ എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇറ്റ് മേക്ക് a ടു ആൻഡ് ഫ്രോ മോഷൻ, ദാറ്റ് മീൻ വൈബ്രേഷൻ. സോ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇറ്റ്സ് പ്രൊഡ്യൂസിങ് ഇറ്റ്സ് ഓൺ സൗണ്ട്. ഓക്കെ, ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസ് സൗണ്ട്. ക്ലിയർ? ഇവിടെ എന്താണ്? സ്ട്രിങ് ആണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ എന്താണ് വൈബ്രേറ്റ് ചെയ്യുന്നത്? മെംബ്രെയിൻ ആണ്. മെംബ്രെയിൻ ആണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. എന്താണ് വൈബ്രേറ്റ് ചെയ്യുന്നത്? മെംബ്രെയിൻ. എന്നാൽ ഇവിടെ എന്താ വൈബ്രേറ്റ് ചെയ്യുന്നത്? സ്ട്രിങ് അല്ലെ? ഇവിടെ എന്താ വൈബ്രേറ്റ് ചെയ്യുന്നത്? സ്ട്രിങ് ആണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ നമുക്ക് നോക്കാം, ദിസ് ഇസ് നോൺ ആസ് ട്യൂണിംഗ് ഫോക്ക്. ഓക്കെ, ട്യൂണിംഗ് ഫോക്ക് നമുക്ക് പല തരത്തിലുണ്ട്. ദിസ് ഇസ് ദ ഷേപ്പ്. ഇങ്ങനെയാണ് ട്യൂണിംഗ് ഫോക്ക് ഉണ്ടായിരിക്കുക. നമുക്ക് പല തരത്തിൽ പല ഫ്രീക്വൻസിയിലുള്ള ട്യൂണിംഗ് ഫോക്സ് നമുക്ക് അവൈലബിൾ ആണ്. ഹേർട്സ്, പല ഹേർട്സുകൾ നമുക്ക് ട്യൂണിംഗ് ഫോക്സ് അവൈലബിൾ ആണ്. നമ്മുടെ ലാബുകളിൽ നമുക്ക് ഒരു സെറ്റ് ഓഫ് ട്യൂണിംഗ് ഫോക്സ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നോക്കാം. Sound produced by vibrating prong of tuning fork. ഇതാണ് നമ്മുടെ പ്രോങ് എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് പ്രോങ്? ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? വി ഹാവ് എ കോക്ക്. നമ്മളൊരു ഹാമർ ഉണ്ട്. വി ഹാവ് ഈ റബ്ബർ ഹാമർ പോലെയുള്ള. അവിടെ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നമ്മളൊരു ഇടിക്കും. ഓക്കെ, നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാണ്? നമ്മളൊന്ന് ഇങ്ങനെ ഇടിക്കും. ഈ ഇടിക്കുന്ന സമയത്ത് ഈ രണ്ട് പ്രോങ്സ് എന്ത് ചെയ്യും? ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. വളരെ മൈന്യൂട്ട് ആയിട്ടാണ് വൈബ്രേറ്റ് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ലാബുകളിൽ, നമ്മുടെ സ്കൂളുകളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും ചെയ്ത് നോക്കുക. ട്യൂണിംഗ് ഫോക്ക് എടുക്കുക, ജസ്റ്റ് ഒന്ന് കൊട്ടുക, നമ്മൾ ചെവിയിൽ വെച്ച് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു കീ എന്നുള്ളൊരു വൈബ്രേറ്റിംഗ് സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. സോ ഇവിടെ എന്താ സംഭവിക്കുക? ദിസ് ഇസ് വൈബ്രേറ്റിംഗ്. സി, ഇതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ടു ആൻഡ് ഫ്രോ മോഷൻ എന്ന രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. സി, ഒരു രീതിയിൽ നമ്മളത് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു വൈബ്രേഷൻ ആണ്. സോ ഇത് ഇങ്ങോട്ടും പോകുന്നുണ്ട്, അതുപോലെ തന്നെ ഇങ്ങോട്ടും പോകുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ രീതിയിൽ രണ്ട് ഇതും എന്താണ്? വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ദിസ് ഇസ് എ ട്യൂണിംഗ് ഫോക്ക്. അപ്പൊ ട്യൂണിംഗ് ഫോക്ക് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന എപ്പോഴാണ്? ദ സൗണ്ട് പ്രൊഡ്യൂസ് ബൈ വൈബ്രേറ്റിംഗ് പ്രോൺ ഓഫ് ട്യൂണിംഗ് ഫോക്ക്. ട്യൂണിംഗ് ഫോക്കിൽ ഇത് വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് ട്യൂണിംഗ് ഫോക്ക് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ വളരെ ചെറിയ സൗണ്ട് ആണ് ട്യൂണിംഗ് ഫോക്ക് പ്രൊഡ്യൂസ് ചെയ്യുക. നമ്മൾ എന്താണ്? ഒന്ന് കൊട്ടുക, നമ്മൾ ചെവിയിൽ വെച്ച് നോക്കുക. അപ്പൊ നമുക്ക് ഇത് വളരെ ചെറിയൊരു സൗണ്ട് കേൾക്കാം. ഓരോ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഓരോ ഹേർട്സിനനുസരിച്ച് സൗണ്ട് ഡിഫറെന്റ് ആയിരിക്കും എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, സോ ഇതാണ് കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഈ ഓരോ ഇൻസ്ട്രുമെന്റ്സും ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. ഇവിടെ എന്താണ്? മെംബ്രെയിൻ ആണ് വൈബ്രേറ്റ് ചെയ്യുന്നത് അല്ലെ? ഇവിടെ സ്ട്രിങ് ആണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ആരാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്? പ്രോങ് ആണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ എല്ലാ ഭാഗത്തും ഒരുപോലെ വൈബ്രേഷൻ എന്നല്ല, ഡിഫറെന്റ്. മെംബ്രെയിൻ ആണ് ഇവിടെ വൈബ്രേറ്റ് ചെയ്തത്, ഇവിടെ സ്ട്രിങ് ആണ്, ഇവിടെ പ്രോങ് ആണ്. ബട്ട് എന്താണ്? വൈബ്രേഷൻ ഉണ്ടെങ്കിൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ക്ലിയർ? ഓക്കെ, സി, എങ്ങനെ നമുക്ക്, ഞാനൊരു ഗിറ്റാർ വായിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് ആരെങ്കിലും മ്യൂസിക് ക്ലാസ്സിൽ ഗിറ്റാർ വായിക്കുന്നു, എങ്ങനെയാണ് ഗിറ്റാറിന്റെ സൗണ്ട് എന്റെ ചെവിയിലേക്ക് എത്തുന്നത്? നമുക്ക് എങ്ങനെയാണ് കേൾക്കാൻ സാധിക്കുന്നത്? അഥവാ എൻ്റെ ഒരു ഫ്രണ്ട് വീണ വായിക്കുന്നു, അഥവാ എൻ്റെ ഒരു ഫ്രണ്ട് ഡ്രംസ് നന്നായിട്ട് പ്ലേ ചെയ്യുന്നുണ്ട്, വയലിൻ നന്നായിട്ട് വായിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഈ സൗണ്ട് നമ്മുടെ ചെവിയിലേക്ക് എത്തുന്നത്? നമ്മൾ ഒരു മ്യൂസിക് ക്ലാസ്സിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നത്? നമുക്ക് നോക്കിയാലോ? നോക്കാം. സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ വൈബ്രേഷൻ. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം അല്ലെ? നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. ദ സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ വൈബ്രേഷൻ. നമുക്ക് അതിന് എക്സ്പ്ലനേഷൻ ആവശ്യമില്ലല്ലോ അല്ലെ? നമ്മൾ ഓൾറെഡി അത് പഠിച്ചു. വൈബ്രേഷൻ എന്താണ്? വാട്ട് ഇസ് വൈബ്രേഷൻ? ദ കംപ്ലീറ്റ് ബാക്ക് ആൻഡ് ഫോർത്ത്, അല്ലെങ്കിൽ നമുക്ക് ടു ആൻഡ് ഫ്രോ എന്ന് പറയാം, മോഷൻ ഓഫ് ആൻ ഓബ്ജക്ട് ഓർ എ മെറ്റീരിയൽ. ആ മെറ്റീരിയലിന്റെ ടു ആൻഡ് ഫ്രോത്തിനാണ് നമുക്ക് എന്ത് പറയാ? ടു ആൻഡ് ഫ്രോത്ത് മോഷനെയാണ് നമ്മൾ വൈബ്രേഷൻ എന്ന് പറയുന്നത്. സി, നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും എങ്ങനെയാണ് സൗണ്ട് നമ്മുടെ ചെവിയിലേക്ക്, നമുക്ക് എങ്ങനെയാണ് സൗണ്ട് കേൾക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ഡയഗ്രാം ആണ്. നോട്ടിൽ എഴുതി വെക്കുക. ഓക്കെ, വെരി ഇമ്പോർട്ടന്റ് വൺ. നോക്കുക. The guitar string vibrates. See, ഇവിടെ ഒരാള് ഗിറ്റാർ പ്ലേ ചെയ്യുകയാണ്. എന്താ സംഭവിക്കുക? ഗിറ്റാർ പ്ലേ ചെയ്യുമ്പോൾ ഇവിടെ അദ്ദേഹം എന്താണ്? സ്ട്രിങ് നമ്മൾ കൃത്യമായിട്ട് വെക്കുന്നുണ്ട്, പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. സോ അദ്ദേഹം
സ്ട്രിങ്, നമ്മുടെ ഗിറ്റാറിന്റെ സ്ട്രിങ് എന്താണ്, സ്ട്രൈക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അല്ലെ. സ്ട്രൈക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോ വാട്ട് ഹാപ്പൻ, എന്താ സംഭവിക്കുക, ദാറ്റ് നമ്മൾ അവിടെയുള്ള സ്ട്രിങ് എന്ത് ചെയ്യുന്നു, വൈബ്രേറ്റ് ചെയ്യുന്നു. The first one is guitar strings vibrate. ഗിറ്റാറിന്റെ സ്ട്രിങ് എന്ത് ചെയ്യുന്നു, വൈബ്രേറ്റ് ചെയ്യുന്നു. Okay, this is the first one. Then air vibrate. ഈ ഗിറ്റാറിന്റെ സ്ട്രിങ് വൈബ്രേറ്റ് ചെയ്യുമ്പോ ഗിറ്റാറിന് ചുറ്റും എന്തുണ്ട് മക്കളെ, എയർ ഉണ്ടല്ലോ. എയർ, നമ്മുടെ ഈ റൂം നിറച്ചു എയർ ആണ്. സോ ഈ ഗിറ്റാറിന് ചുറ്റുമുള്ള എയർ എന്ത് ചെയ്യും, വൈബ്രേറ്റ് ചെയ്യും. ദാറ്റ് മീൻ ഗിറ്റാറിന്റെ സ്ട്രിങ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ സ്ട്രിങ്ങിന് തൊട്ടടുത്തൊക്കെ എയർ ഉണ്ടായിരിക്കുമല്ലോ. ആ തൊട്ടടുത്തുള്ള എയർ ഒക്കെ എന്ത് ചെയ്യും, ഗിറ്റാറിന്റെ സ്ട്രിങ് വൈബ്രേറ്റ് ചെയ്യുന്നത് മൂലം ഇവിടെയുള്ള എയറും വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ഈ എയർ, ഈ സൗണ്ട് നമുക്ക് നമ്മുടെ എവിടെയിലേക്ക് എത്തും, നമ്മുടെ ചെവിയിലേക്ക് എത്തുന്നു. ഓക്കെ, ചെവിയിൽ നമുക്ക് എന്തുണ്ട്, വി ഹാവ് ഇയർ ഡ്രം. നമുക്ക് ഇയർ ഡ്രം ഉണ്ടല്ലേ. ഈ ഇയർ ഡ്രമ്മും എന്ത് ചെയ്യും, വൈബ്രേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇയർ ഡ്രം വൈബ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് സൗണ്ട്, നമ്മുടെ സൗണ്ട്, ഈ ഗിറ്റാറിന്റെ സൗണ്ട് നമുക്ക് കേൾക്കുവാൻ സാധിക്കും. ഈ ഒരു പ്രോസസ് വിത്തിൻ എ മൈക്രോ സെക്കൻഡ്, വളരെ വളരെ ചെറിയ സമയത്തിനുള്ളിൽ നടക്കുന്ന ഒരു പ്രോസസ് ആണിത്. നമ്മൾ ഗിറ്റാർ വായിക്കുന്ന ആ ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്ക് ചെവി കേൾക്കാൻ സാധിക്കും അല്ലെ. നമുക്കൊരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ടാണോ കേൾക്കുക, അല്ല. ഒരു 10 minutes കഴിഞ്ഞിട്ടാണോ കേൾക്കുക, അല്ല. വിത്തിൻ സെക്കൻഡ്സ് അല്ലെങ്കിൽ വിത്തിൻ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ നമുക്ക് ആ സൗണ്ടുകൾ കേൾക്കാൻ സാധിക്കും. ദാറ്റ് മീൻ ഈ ഒരു പ്രോസസ് എന്ന് പറയുന്നത് ടു ഫാസ്റ്റ്, നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, അപ്പൊ ഓർത്ത് വെക്കുക, എല്ലാ കാര്യങ്ങളും ഇവിടെ വൈബ്രേറ്റ് ആയതാണ് എത്തുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മള് ഗിറ്റാർ സ്ട്രിങ് എന്ത് ചെയ്യുന്നു, വൈബ്രേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ എയർ വൈബ്രേറ്റ് ചെയ്യുന്നു, ഇയർ ഡ്രം വൈബ്രേറ്റ് ചെയ്യുന്നു. അറ്റ് ലാസ്റ്റ് നമുക്ക് എന്താണ്, സൗണ്ട് കേൾക്കുന്നു. സോ നമ്മുടെ എയർ കോളം, ഇയർ ഡ്രംസ് എല്ലാം വൈബ്രേറ്റ് ചെയ്ത് നമ്മളെ സൗണ്ടിനെ ക്യാരി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഗിറ്റാറിൽ നിന്ന് നമ്മളെ സൗണ്ടിനെ എയർ ക്യാരി ചെയ്യുന്നു, എയർ നമ്മുടെ ഇയർ ഡ്രമ്മിലേക്ക് സൗണ്ടിനെ ക്യാരി ചെയ്യുന്നു. അറ്റ് ലാസ്റ്റ് നമുക്ക് ഈ സൗണ്ട് കേൾക്കുന്നു. ഓക്കെ, അപ്പൊ ഓർത്ത് വെക്കുക, നമ്മുടെ ലൈറ്റ്, ഓക്കെ, ലൈറ്റിന് ഒരു മീഡിയത്തിന്റെ ആവശ്യമില്ല. ലൈറ്റിനെ ആരും അങ്ങ് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ലൈറ്റ് ഓട്ടോമാറ്റിക്കലി അങ്ങ് വന്നോളും. പക്ഷേ അറിഞ്ഞു വെക്കുക, സൗണ്ട് നീഡ് എ മീഡിയം. സൗണ്ടിന് എന്ത് ആവശ്യമുണ്ട്, നീഡ് എ മീഡിയം. വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്, നിങ്ങൾ ഇതുവരെ പഠിച്ചതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. സൗണ്ട് നീഡ് എ മീഡിയം. സൗണ്ടിന് ഒരു മീഡിയം ആവശ്യമുണ്ട്. എന്താ, അത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം, സൗണ്ടിന് ഒരു മീഡിയം ആവശ്യമുണ്ട്. ബിക്കോസ് നമ്മൾ പറയാനുള്ള കാരണം, നമ്മുടെ സ്പേസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വാക്വം. ആക്ച്വലി അവിടെ എയർ ഉണ്ടോ, നോ. സോ സൗണ്ടില് നമുക്ക് സ്പേസിൽ, നമുക്ക് യൂണിവേഴ്സിൽ പലതരം എക്സ്പ്ലോഷൻ നടക്കുന്നുണ്ട്, പലതരം പൊട്ടിത്തെറികളും പലതരം നടക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ സൗണ്ടുകൾ നമ്മൾ ഇങ്ങോട്ട് കേൾക്കുന്നുണ്ടോ, നോ. എന്തുകൊണ്ടാണ് ആ കേൾക്കാത്തത്? ബിക്കോസ് നമ്മളെ യൂണിവേഴ്സ് അഥവാ സ്പേസ് എന്ന് പറഞ്ഞ ഇറ്റ്സ് എ വാക്വം. അപ്പൊ വാക്വത്തിലിരിക്കുന്ന അവിടെയുള്ള ഏതൊരു വസ്തുവിന്റെ സൗണ്ടും നമുക്ക് ഇങ്ങോട്ട് കേൾക്കില്ല. ബിക്കോസ് വാക്വം എന്ന് പറയുന്നത് ശൂന്യതയാണ്. അവിടെ നമുക്കൊരു മീഡിയം ഇല്ല. സോ അവിടെ നടക്കുന്ന സൗണ്ട് നമ്മുടെ ഏർത്തിലേക്ക് എത്തണമെങ്കിൽ എന്ത് വേണം, ഒരു മീഡിയം ആവശ്യമുണ്ട്. സൗണ്ടിനൊരു മീഡിയം ആവശ്യമുണ്ട്. അപ്പോ അവിടെ മീഡിയം ഇല്ലാത്തത് കാരണം അവിടെ സൗണ്ട് ഇല്ല എന്ന് തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ സ്പേസിൽ പലതരം സൗണ്ടുകളുണ്ട്. പക്ഷേ മീഡിയം, അതിനെ ട്രാവൽ ചെയ്ത് ഇങ്ങോട്ട് എത്തിക്കാൻ ഒരു മീഡിയം ഇല്ലാത്തത് കാരണമാണ് നമുക്ക് സൗണ്ട് കേൾക്കാത്തത്. ക്ലിയർ? അപ്പൊ ഒരു മീഡിയം ആവശ്യമാണ് സൗണ്ടിന് എന്ന് ഓർത്ത് വെക്കുക. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് വൺ. ഓക്കെ, ഈ കാര്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ തരത്തിലാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? വി ഹാവ് എ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ് ഹിയർ. ഏതൊക്കെയാണ്? ദ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് ദയർ വൈബ്രേറ്റിംഗ് പാർട്സ്. ഏതൊക്കെ പാർട്സ് ആണ് വൈബ്രേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, സി വി ഹാവ് തബ്ല, സന്തൂർ ആൻഡ് വീണ, ഷെനായ്, സിതാർ, ദെൻ ഹാർമോണിയം, സാരോട്ട്, എക്സെട്ര. അങ്ങനെ കുറേ ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് ഇവിടെ പിക്ചർ കൊടുത്തിരിക്കുകയാണ് അല്ലെ. പക്ഷേ ഈ ഓരോ ഇൻസ്ട്രുമെന്റ്സിലും അവരുടെ വൈബ്രേറ്റിംഗ് പാർട്ട് വിൽ ബി ഡിഫറെന്റ്.
വീണ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റിന്റെ വൈബ്രേറ്റിംഗ് പാർട്ട് ആയിരിക്കില്ല സിത്താറിന് ഉണ്ടായിരിക്കാം. സിത്താറിന്റെ വൈബ്രേറ്റിംഗ് പാർട്ട് ആയിരിക്കില്ല ഫ്ലൂട്ടിന് ഉണ്ടായിരിക്കുക. സോ ഓരോ ഇൻസ്ട്രുമെന്റ്സിനും അതിന്റെ വൈബ്രേറ്റിംഗ് പാർട്ട് എന്താണ്? ഇറ്റ്സ് എ ഡിഫറെന്റ് ആയിരിക്കുമല്ലോ. യെസ്. സോ നമുക്ക് അതൊന്ന് ഫില്ലപ്പ് ചെയ്യാം. So you can see the musical instruments. ഇവിടെ കൊടുത്തിരിക്കുകയാണ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദ വൈബ്രേറ്റിംഗ് പാർട്ട്, സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന വൈബ്രേറ്റിംഗ് പാർട്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, ദ ഫസ്റ്റ് വൺ ഈസ് വീണ. ദ ഫസ്റ്റ് വൺ ഈസ് വീണ. വീണയിൽ നമുക്ക് നോക്കാം എങ്ങനെയാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വീണ എന്ന് പറയുന്നത് ഒരു സ്ട്രിങ് ഇൻസ്ട്രുമെന്റ് ആണ്, സംശയമൊന്നും ഇല്ലല്ലോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ സ്ട്രിങ് എന്ത് ചെയ്യണം? നമ്മൾ സ്ട്രിങ് നമ്മളിത് മൂവ് ചെയ്യുമ്പോൾ അവിടെ വൈബ്രേഷൻസ് ഉണ്ടാവുന്നു. സോ അവിടെ എവിടെയാണ് വൈബ്രേഷൻസ് ഉണ്ടാവുന്നത്? യെസ്. സോ സ്ട്രെച്ച്ഡ് സ്ട്രിങ് എവിടെയാണ്? ദ വൈബ്രേറ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്ട്രെച്ച്ഡ് സ്ട്രിങ് ആണ്. Then the second one is tabla. തബല എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ അവിടെ സ്ട്രൈക്ക് ചെയ്യാണ് ചെയ്യുക, കൊട്ടുകയാണ് ചെയ്യുക തബല. സോ സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ, നമ്മുടെ സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് തബലയിൽ നിന്ന് നമുക്ക് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് ഫ്ലൂട്ട്. എന്താണ് ഫ്ലൂട്ട്? ഫ്ലൂട്ടിൽ നമ്മൾ എയർ എന്താണ് കൊടുക്കുകയാണ് അല്ലെ, നമ്മൾ എയർ ബ്ലോ ചെയ്യുന്നു. എയർ ബ്ലോ ചെയ്യുമ്പോൾ അവിടെയുള്ള എയർ കോളം എന്ത് ചെയ്യണം? വൈബ്രേറ്റ് ചെയ്യണം. എയർ കോളം വൈബ്രേറ്റ് ചെയ്താൽ ഫ്ലൂട്ടിലെ സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. ഓക്കെ, then the fourth one, that is sitar. You can see here sitar, like a veena. വീണ പോലെയുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്, സ്ട്രിങ് ഇൻസ്ട്രുമെന്റ് ആണ് സിത്താർ. ഓക്കെ, in sitar also എന്താണ്? സ്ട്രെച്ച്ഡ് സ്ട്രിങ്. നമ്മുടെ സ്ട്രെച്ച് ചെയ്തിരിക്കുന്ന ആ സ്ട്രിങ് വൈബ്രേറ്റ് ചെയ്താൽ മാത്രമാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. Then drum. You can see drum. ഡ്രമ്മിൽ എങ്ങനെയാണ്? മെംബ്രെയിൻ ആണ് അല്ലെ. നമ്മുടെ ചെണ്ട, മൃദംഗം, നമ്മുടെ തബല, ഇതിലൊക്കെ മെംബ്രെയിൻസ് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തിരിക്കുകയാണ്. അവിടെ നമ്മൾ ഒന്ന് കൊട്ടുമ്പോഴാണ് അത് മെംബ്രെയിൻസ് വൈബ്രേറ്റ് ചെയ്യും. സോ സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് ഡ്രമ്മിൽ എന്ത് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് ഗിറ്റാർ. ഗിറ്റാർ എങ്ങനെയായിരിക്കും? ഗിറ്റാർ ഇസ് എ സ്ട്രിങ് ഇൻസ്ട്രുമെന്റ്. സോ സ്ട്രെച്ച്ഡ് സ്ട്രിങ് എന്തായിരിക്കണം? വൈബ്രേറ്റ് ചെയ്യണം. ലാസ്റ്റ് വൺ ഇസ് വയലിൻ. വെരി സിമ്പിൾ അല്ലെ. വയലിൻ എങ്ങനെയാണ്? വയലിൻ ഇറ്റ്സ് എ സ്ട്രെച്ച്ഡ് സ്ട്രിങ്, വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാം. സോ ഓരോ ഇൻസ്ട്രുമെന്റ്സിന്റെ വൈബ്രേറ്റിംഗ് പാർട്സ് പറഞ്ഞു. ഈ വൈബ്രേറ്റിംഗ് പാർട്സ് വൈബ്രേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് പറ്റുള്ളൂ? എന്ത് സംഭവിക്കുള്ളൂ? അവിടെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ക്ലിയർ? അത് ക്ലിയർ ആണല്ലോ? യെസ്. സി ദീസ് ആർ ദ സെക്ഷൻസ്. അപ്പൊ നമ്മളിപ്പോ പഠിച്ചത് എന്താണ് സൗണ്ട് എന്ന് പറഞ്ഞു അല്ലെ. സൗണ്ട് ഇസ് എ ഫോം ഓഫ് എനർജി, ഒരു എനർജിന്റെ ഫോം ആണ്. അപ്പൊ സൗണ്ട് എന്ന് കേൾക്കുമ്പോൾ വൈബ്രേഷൻ എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഏതൊരു വസ്തുവും വൈബ്രേറ്റ് ചെയ്താൽ മാത്രമാണ് അവിടെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പൊ നമ്മളിപ്പോ കുറേ ഇൻസ്ട്രുമെന്റ്സ് കണ്ടു, അവരെ ക്ലാസിഫൈ ചെയ്തു. ക്ലാസിഫൈ ചെയ്തതിന് ശേഷം ഏതാണ് അതിന്റെ വൈബ്രേറ്റിംഗ് പാർട്ട് എന്ന് കൂടെ നമ്മൾ കണ്ടുപിടിച്ചു. Okay, so this is our first part. So stay tuned for the next one. Thank you.